കലറയ്ക്ക് മുദ്ര വെച്ചേക്കാം. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ചത്തവന്റെ കലറയ്ക്ക് ഗവൺമെന്റ് മുദ്ര വെച്ച് പട്ടാളം കാവൽ നിന്നിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ കത്തിയില്ലാതെ, കമ്പില്ലാതെ, കരം കൊടുക്കാൻ കാശില്ലാതെ, നിന്ന് പ്രസംഗിക്കാൻ വേദിയില്ലാതെ, കുറുനരികൾക്ക് കുഴികളുള്ള, ആകാശത്തിലെ പക്ഷികളുള്ള ഈ ലോകത്തിൽ തലചായ്ക്കാനിടമില്ലാത്ത നസ്രായനായ യേശുവിന്റെ കല്ലറയ്ക്കാണ് കാവൽ. ആ കല്ലറയ്ക്കാണ് ഇംപീരിയൽ റോമൻ അധികാരമുദ്ര. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ എന്താണ് സംഭവിച്ചത്? കണ്ണിൽ എണ്ണയും തൊട്ട് കയ്യിൽ ആയുധവേന്തി കരുത്തോടെ പട്ടാളക്കാരൻ കാവൽ നിന്ന് 6 മണിക്കൂർ ഇട്ടിട്ട് മാറി. പക്ഷേ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം പൊട്ടിവിടരവേ നമ്മുടെ ഭാഷയിൽ ബ്രഹ്മമുഹൂർത്തം, കാലത്തിൽ ആകാശത്തിൽ കതിരവൻ ചെമ്മാനം ചമയ്ക്കുന്ന സുന്ദരമായ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന കാലകതിരവൻ അവൻ മരണത്തെ ജയിച്ച് തന്നെ വരിഞ്ഞ മുറിക്കിയ ശീലയുടെ ബന്ധമറുത്ത് ശിലാകപാട ബന്ധം ഭേദിച്ച് റോമാഗോത്ര അധികാരത്തിന്റെ ഏകം തകർത്ത് കണ്ണിൽ എണ്ണയും തൊട്ട് കയ്യിൽ ആയുധമായി നിൽക്കുന്ന കാവൽ പടയാളിയുടെ കാവൽ ശക്തിയെ കണിശമായി തോൽപ്പിച്ച് മരണാധികാരിയായ വിശാച തന്റെ മരണത്താൽ തോൽപ്പിച്ച് മരിച്ചവരുന്ന മഹത്വത്തിന് മകുടം ചൂതി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇതാ യേശുക്രിസ്തു കല്ലറയുടെ പുറത്ത്. എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകൾ, എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസവിച്ച മറിയത്തെ പോലെ എല്ലാ കല്ലറകളും യേശുക്രിസ്തുവിനെ പോലെ വച്ച കല്ലറകൾ, ഒഴിഞ്ഞ മതങ്ങൾ, എല്ലാ മതങ്ങളും ഒഴിഞ്ഞ കല്ലറകളാണ്. പ്രിയസേനെ നേരെ മറിച്ച് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വതയായിരുന്നു. ഇവിടെ മുസ്ലിങ്ങളിൽ ഒരു കൂട്ടർ അടുത്ത കാലത്തുണ്ടായി, അഹമ്മദ് ഖാദിയാനികൾ എന്നാണ് അവരുടെ പേര്. അവർ ഈ അടുത്ത കാലത്ത് ഇവിടെ എല്ലാം പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈസാ നബി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചില്ല. ക്രിസ്ത്യാനി ഈസാ നബി ക്രൂശിൽ മരിച്ചു, തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. മുസ്ലിം ഈസാ നബി ക്രൂശിക്കപ്പെട്ടില്ല, ആകാശത്തിലെ അള്ളാഹു എടുത്തു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈസാ നബി വീണ്ടും വരും എന്ന് പറയും. അഹമ്മദ് ഖാദിയാനികൾ പറയുന്നത് ഈസാ നബി ക്രൂശിൽ തറച്ചു, പക്ഷേ മരിച്ചില്ല, ബോധം കെട്ടുകിടന്നു. ആ കല്ലറയിൽ വെച്ചപ്പോൾ അദ്ദേഹം ശുദ്ധവായു കിട്ടി, സുഗന്ധവർഗമൊക്കെ പുരട്ടി, കുറേ മരുന്നൊക്കെ കൂടിയപ്പോൾ അദ്ദേഹം ജീവിച്ചു, രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി അവിടെ കുറേ കാലം താമസിച്ചു. അവിടെ ഒളിച്ച് 40 ദിവസം താമസിച്ചിട്ട് നേരെ സിറിയയിലൂടെ, അഫ്ഗാനിസ്ഥാനിലൂടെ കാശ്മീരിൽ വന്ന് അവിടെ കുറേ കാലം താമസിച്ചു. അവിടെ അദ്ദേഹം വന്ന് താമസിച്ച് അവിടെ അനന്തനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണിനെയും കെട്ടി താമസിക്കുമ്പോൾ അതിൽ കുറേ കുട്ടികളുണ്ടായി. അതിൻ്റെ പരമ്പര ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ആ ഈസാ നബി അവിടുന്ന് ശ്രീനഗർ അതിനടുത്തുള്ള കാനിയാർ എന്ന ഗ്രാമത്തിൽ വെച്ച് മരിച്ചുപോയി എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. ആദ്യം ഇവനുണ്ടല്ലോ ഈ ഖാദിയാനിയുടെ തലവൻ അഹമ്മദ് ഖാദിയാനി, അവൻ ഒന്നാമത് അവന് 2-3 ഭാഷ അറിയാമായിരുന്നു, ഖുർആൻ അറിയാമായിരുന്നു. ഇവൻ തന്നെ വാസ്തവത്തിൽ തിമൂർ ചക്രവർത്തിയുടെ പരമ്പരയിൽപ്പെട്ടവനാണ്. തിമൂർ എന്ന് പറഞ്ഞാൽ ലോക ഭീകരതയുടെ അടയാളമാണ് തിമൂർ ചക്രവർത്തി. ആ പരമ്പരയിൽപ്പെട്ടവനും മുർസ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട് ഇന്ത്യയിൽ ബാബർ ആക്രമിച്ച കാലത്ത് വന്നവനുമാണ്. ഹിന്ദു ക്രിസ്ത്യാനിയുടെ ഉപക്രോശം ലേഖനം പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചപ്പോൾ തോന്നിയ ആവേശം, അന്ന് കുറേ കൂടെ ചെറുപ്പമായതുകൊണ്ട് ചോരയ്ക്ക് ചൂടുള്ളത് കൊണ്ട് നേരെ ഞാൻ പോയി ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കാശ്മീരിലേക്ക് ചെന്നു. കാശ്മീരിൽ ചെന്നപ്പോൾ 2 ദ്വിഭാഷികൾ, ഉറുദു അറബി അറിയാവുന്ന 2 ദ്വിഭാഷികളെയും കൊണ്ട് നേരെ കാശ്മീരിൽ ചെന്നു. കാശ്മീരിൽ ചെന്നിട്ട് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു എന്ന് പറയുന്ന കല്ലറടുക്കലെത്തി. ആ കല്ലറടുക്കലെത്തിയപ്പോൾ കാവൽക്കാരനോട് പറഞ്ഞു, പേരെന്താണ്? ഞാൻ പറഞ്ഞു കൃഷ്ണൻകുട്ടി എന്നാണ്. ഈ കല്ലറ കാണാൻ വന്നതാണ്. കൃഷ്ണൻകുട്ടി കാഫർ, കടത്തിവിടുകയില്ല. അപ്പോൾ എനിക്കൊരു സത്യം അറിയാം, മുസ്ലിമല്ലേ, ഈസാ നബി പൈസാ നബി അല്ല, മൂസാ നബി എല്ലാം പൈസാ നബിയുടെ കീഴിലാണ്. അതുകൊണ്ട് ഇവർ 2 നോട്ട് കൊടുത്തു. 2 നോട്ട് കൊടുത്തപ്പോൾ കണ്ണടച്ചു നിന്നു. അകത്തിന്ന് മെയിൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കല്ലറയുടെ അടുക്കലെത്തിക്കഴിഞ്ഞപ്പോഴുണ്ട് അവിടെയും കാവൽ. അവൻ ചോദിച്ചു പേരെന്താണ്? കൃഷ്ണൻകുട്ടി കാഫർ, കടത്തിവിടുകയില്ല. എനിക്കറിയാം. അപ്പോൾ അവന് ഇവന് കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടെ മൂല്യമുള്ള 2 നോട്ട് കൊടുത്തു. അവന് കണ്ണടച്ചു, അകത്ത് ചെന്നു, കല്ലറയ്ക്ക് അകത്തിറങ്ങി ഒരു ഫോട്ടോ എടുത്തു. പുറത്ത് വന്ന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വിപുലീകരിച്ച് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അഹമ്മദിയ മതഖണ്ഡനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആണത്വമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞോ. അതുകൊണ്ട് പ്രിയ സ്ത്രീകളെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെതിരെ ഏതവൻ പറഞ്ഞാലും മറുപടി പറയാൻ അരയും തലയും മുറുക്കി കച്ചയും കെട്ടിയാണ് കൃഷ്ണൻകുട്ടി ഗോതയിൽ വരുന്നത്. ഞാൻ പമ്പിച്ച കൺവെൻഷൻ പ്രസംഗത്തിനല്ല, ഇതുപോലെ കവലയിലാണ് കൺവെൻഷൻ പ്രസംഗിക്കും. പക്ഷേ ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വേദി. അതുകൊണ്ട് ഇവിടെയാണ് ഇവനെല്ലാം കിട്ടുന്നത്. അവിടെ പ്രിയ സഹോദരന്മാരെ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രസാദിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രകാശിക്കാൻ കൊള്ളാകുന്ന പ്രസാദാത്മകമായൊരു നാമം അവനിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ അന്യമായില്ല, അവിതർക്കിതമായിരിക്കാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്തലത്ത് അംഗീകരിച്ച് അവൻ ഈ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളെത്തിയ മുർസാ സാദ് കള്ളനാണ്. അയാൾ ആകാശ കല്യാണമൊക്കെ പറഞ്ഞാൽ സമയം പോകും എന്ന് പറഞ്ഞാൽ 2 കല്യാണം കഴിച്ച് അയാൾക്കൂടെ ഒരു പ്രവചനം മുഴുവൻ തെറ്റി.
ഇയാളെ പ്രവാചകനെന്നല്ലേ ഖാദിയാനികളെ നിങ്ങൾ വിളിക്കുന്നത്? അവൻ്റെ പ്രവചനം മുഴുവൻ തെറ്റാണ്. 1, 2, 3, 4 എന്ന് പറയാം. എന്തിന്? ഈസാ നബിയെക്കുറിച്ച് ഇതുപോലുള്ള അപവാദം പ്രചരിപ്പിച്ചപ്പോൾ കാശ്മീരിൽ ജീവിച്ചിരുന്ന ഒരു മിഷണറി ആയിരുന്ന ആഡം ക്ലാർക്കും അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിച്ച അബ്ദുൽ ആദും ഒന്നിച്ച് ഇവൾക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി. രണ്ടാമത് നിങ്ങൾ അറിയുന്നില്ല, സനലുള്ള മഹൂദി ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ട് സനലുള്ള മൗലവി ഇയാൾക്കെതിരായി. മൂന്നാമത് ക്രൈസ്തവ പക്ഷത്തിൽ നിന്ന് ലേഖാറാം പണ്ഡിറ്റ് അദ്ദേഹം ഇവനെതിരായി. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒടുവിൽ അവരെല്ലാം കൊല്ലാൻ നോക്കി. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം 15 മാസത്തിനകം ചത്തുപോകും ആദമെന്ന് പറഞ്ഞു. ആഡം ക്ലാർക്കിനെ കൊല്ലാൻ നോക്കി. ലേഖാറാം പണ്ഡിറ്റിനെ വധശ്രമം നടത്തി. പോലീസ് കേസെടുത്തു. തെളിവില്ലാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയായതുകൊണ്ടും വെറുതെ വിട്ടു. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയായി ഔദാര്യം പറ്റിയവരാണ് ഈ കുടുംബം. അതുകൊണ്ട് വെറുതെ വിട്ടവരാണ്. ഈ മനുഷ്യൻ 50 കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, അഹമ്മദ് ബേഗിൻ്റെ സുന്ദരിയായ മാടകത്തിടമ്പകളായ മകൾ. അവളെ കണ്ടപ്പോൾ ഇവൻ അവളെ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ദാസനാണ്, നീ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വട്ടന എൻ്റെ കൂടെ ആരായിക്കാൻ. അതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹം വേറൊരാളെ കണ്ടുപിടിച്ചു, സുൽത്താൻ അഹമ്മദ് എന്നൊരാളെ കണ്ടുപിടിച്ച് മോളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഉടനെ പറഞ്ഞു, ഇവളെ കെട്ടിയ പുരുഷൻ സുൽത്താൻ അഹമ്മദ് 2 വർഷത്തിനകം മരിച്ചു പോകുമെന്ന്. 2 വർഷമല്ല, 20 വർഷം വരെ ജീവിച്ചിരുന്നതായിട്ട് അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ പ്രവചനം ഒന്നുപോലും ഭരിച്ചില്ല. അല്ലയോ ഖാദിയാനികളെ, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണ്, ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഇവിടെ കൊണ്ടുവന്നത് പടമൊക്കെ വെച്ച് പ്രസിദ്ധീകരിച്ചില്ലേ? കൃഷ്ണൻകുട്ടിയോട് മറുപടി പറയൂ. അതുകൊണ്ട് ഇത്രയും വട്ടൻ്റെ പ്രവചനം എവിടെയെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? ഞാൻ 80-ാമത്തെ വയസ്സിലേ മരിക്കൂ എന്ന് അയാൾ പറഞ്ഞു. 72-ാമത്തെ വയസ്സിലേ മരിച്ചില്ലേ? പിന്നെ എനിക്കുണ്ടാകുന്നു പോകുന്നത് ആദ്യത്തെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. തെറ്റിപ്പോയില്ലേ? പിന്നെ ഉണ്ടായതോ പെൺകുട്ടി. പിന്നെ എത്ര വർഷം കഴിഞ്ഞാണ് ഒരു ആൺകുട്ടി ഉണ്ടായത്? ചുരുക്കി പറഞ്ഞാൽ അതുണ്ടായത് എന്നതിന് മരിച്ചുപോയില്ലേ? ചുരുക്കി പറഞ്ഞാൽ എന്തിന്? ഇവന് പ്രവാചകനുമല്ല, ഭ്രാന്തനായിരുന്നു, അവസ്മാര രോഗിയായ ഇവൻ മരിച്ചു. ഇവനെ പ്രവാചകനെന്നും പറഞ്ഞ് ഈസാ നബി ഒടുവിലായി പറഞ്ഞു, ഈസാ എവിടെയാണ് വരുന്നത്? ഹദീസുകളിൽ പറയുന്നത് ഈസാ നബി എവിടെയാണ് വരുന്നത്? അദ്ദേഹം ബൈബിൾ പറയുന്നത് ഈസാ നബി വീണ്ടും വരുന്നത് എവിടെയാണ്? ഈസാ നബി രണ്ടാമത് വരുന്നത് എവിടെയാണ്? ഒലിവുമലയിൽ. ഈസാ നബി ഒലിവുമലയിൽ വരുമെന്നാണ്. പക്ഷേ ഇവർ പറയുന്നത് എവിടെയാണ് ഈസാ നബി വരുന്നത്? ഡമാസ്കസിൽ വരുമെന്നാണ് ഹദീസ് പറയുന്നത്. പക്ഷേ അഹമ്മദ് ഖാദിയാനി പറയുന്നത് അദ്ദേഹം അവിടെ പോകുന്നില്ല. ഈസാ നബി വന്നു. എവിടെയാണ് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. പഞ്ചാബിൽ സങ്കല്പ ഡമാസ്കസ്. അത് എങ്ങനെയാണ് ഇറങ്ങുന്നത്? ഈസ വരുമ്പോൾ 2 മഞ്ഞ പുതപ്പണിഞ്ഞ് 2 മലക്കുകളുടെ തോളിൽ കൈയിട്ടാണ് അവതരിക്കുന്നു എന്നാണ് ഹദീസുകൾ. ഇയാൾ പറഞ്ഞു, അതല്ല, എൻ്റെ 2 രോഗങ്ങളാണ് ഈ മഞ്ഞ പുതപ്പുകളും ഈ വരുന്ന മലക്കുകളും എന്ന് പറഞ്ഞാണ് ഇയാൾ തർജ്ജമ. ഇതവിടെ ഈ ഭ്രാന്ത് വേറെ ഇട്ടിട്ടുണ്ടോ? പിന്നെ ഈസാ നബി ആകാൻ വേണ്ടി ഇയാൾ കളിച്ചൊരു കളിയുണ്ട്. ഈസപ്പിന് മറിയമാകാൻ വേണ്ടി ഇയാൾ 2 വർഷം പർദ്ദയ്ക്കകത്ത് കഴിഞ്ഞു. ഞാനൊരു പെണ്ണാണ്. പിന്നെ ഇയാൾ അവകാശമാണ്. ഇത് ഭ്രാന്തല്ലാതെ വേറെ വല്ലതുമാണോ? 2 വർഷം പർദ്ദയ്ക്കകത്ത് കഴിഞ്ഞ് ഞാൻ അല്ലാഹുവിന്റെ പെണ്ണാണ്, ഈസപ്പിന് മറിയമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞുകൂടി ഇവർ വട്ടല്ലാതെ വേറെ വല്ലതുമാണോ? ഇന്നലെ ഒരാൾ ഒരു ക്രിസ്ത്യാനി എന്നോടൊന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്നവന് ഇങ്ങനെയൊക്കെ പറയാം. തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ, അതാണ് നമ്മുടെ മറുപടി. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവർ പറയുന്നത് വിശുദ്ധാനാമസംബന്ധമാണ്. പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഈസാ നബിയെ പോലെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആദമാണ്, ഞാൻ നൂഹാണ്, ഞാൻ സുലൈമാനാണ്, ഞാൻ ഇബ്രാഹിമാണ്, ഇസ്മായേലാണ്, ദാവൂദാണെന്നൊക്കെ ഒരു വശത്ത് പറഞ്ഞു. പിന്നെ ആരാണ് ഞാൻ അല്ലാഹുവാണെന്ന് മാത്രമല്ല അല്ലാഹുവിൻ്റെ പെണ്ണാണ്. ഇതെല്ലാം പറഞ്ഞത്, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഒടുവിലായി പറഞ്ഞ് ഞാൻ കൃഷ്ണാവതാരമാണ് കലിയുഗത്തിലെ. ഞാൻ ആദ്യകാലത്ത് ഇത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഖാദിയാനികൾ എന്നെ വിളിച്ചത് എനിക്കിത് ഉപദേശമായി ഇത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി കള്ളം പറയുന്നു എന്നാണ് ഷുക്കൂർ എഴുതിയത്. നേരെ മറിച്ച് സത്യദൂതൻ മാസികയിൽ എനിക്കെതിരായി എഴുതിയപ്പോൾ ഷുക്കൂർ പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇത് ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഖാദിയാനിയിൽ നിന്ന് 32 പുസ്തകങ്ങൾ എഴുതിയേച്ച് വരുത്തി പഠിച്ചിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ പയ്യന്നൂർ പഴവങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കലിയുഗത്തിലെ കൃഷ്ണാവതാരം. അതിലയാൾ അവകാശപ്പെട്ടത് ഞാൻ കൃഷ്ണൻ്റെ അവതാരമാണ്, ആര്യന്മാരുടെ പാദുഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനെ കയറി
പ്രവാചകനെന്നും മസീഹ് ഈസ എന്നൊക്കെ വിളിക്കാൻ ഭ്രാന്തന്മാർക്കല്ലാതെ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞ അഹമ്മദ് ഖാനിയായിസം പാടേ ബട്ടനിസമാണെന്ന് പറഞ്ഞുകൊണ്ട് വിടുകയും യേശു ക്രിസ്തു നീനാൾ വാഴട്ടെ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതാൻ ശ്രമിച്ചതായ ഫ്രഞ്ച് നാസ്തികനായ റെനാൻ അദ്ദേഹം ഒടുവിലായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ പോയത് നിങ്ങൾ അറിയുന്നത് പോലെ പാലസ്തീനിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു,